കൊല്ലം ഓച്ചിറയ്ക്കടുത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ ഗർഭിണിയായ യുവതിക്ക് നേരെ ഭർത്തൃവീട്ടുകാരുടെ ക്രൂരമർദ്ദനം. അഴീക്കൽ സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. മുഖത്തും ശരീരത്തും പരുക്കുപറ്റിയ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗർഭം അലസിപ്പിക്കാൻ ഭർത്താവ് അടിവയറ്റിൽ ചവിട്ടിയെന്ന് യുവതി 24-നോട് പറഞ്ഞു. ഭർത്താവിന്റെ അച്ഛൻ അന്നത്തെ ദിവസം ഉപദ്രവിച്ചായിരുന്നു. കുറെ അസഭ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അമ്മായിയമ്മയാണ് വന്ന് കതവ് കുറ്റിയിട്ട് ഇവൾ അങ്ങനെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അമ്മായി ഇപ്പം ബാഗിന് പിടിച്ച് അകത്തോട്ട് വലിച്ച് മകൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കഴുത്തിനും പുറത്തിനും ഒക്കെ അടിക്കുകയും കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു. മകൻ ആദ്യം ഓടി വന്നതിന് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, വീട്ടുകാരോട് പറയരുതെന്നാ പറഞ്ഞു. പക്ഷെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഭർത്താവിന്റെ അമ്മ പറഞ്ഞത്, പിന്നെ ഇത് എന്റെ മകന്റെ അല്ല, വേറെ ആരെയോ പിടിച്ചുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ് ചവിട്ടി കലക്കടാന്ന് മകനോട് പറഞ്ഞു. മകൻ ഓടി വന്ന് എന്റെ അടിവയറ്റിനിട്ടൊരു ചവിട്ടുകൊണ്ട് ഞാൻ ഇരുന്നു പോയി. എന്നിട്ട് ഓടി വന്ന് എന്റെ കർണത്ത് എന്ന് വെച്ചാൽ ഇവർക്കറിയാം ഞാൻ എന്ത് ചെയ്താലും ഒഴിഞ്ഞു പോയില്ല. എന്ന് വെച്ചാൽ എന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം എന്റെ അച്ഛനും അമ്മ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് എന്നെ കെട്ടിച്ചു വിട്ടത്. അപ്പൊ അവരുടെ എന്റെ ഒരു അനിയൻ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ ഇനി എന്റെ ജീവിതം കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു പോകില്ല എന്ന് അവർക്കറിയാം. അപ്പൊ ദേഹോപദ്രവം ചെയ്താലേ ഒഴിഞ്ഞു പോകുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് അവരെന്നോട് ഇത് ചെയ്തത്. എന്നെ മാക്സിമം തറയിലിട്ട് ഉപദ്രവിക്കുകയും ചവിട്ടി ഇടിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാന്നൊക്കെ ശ്വാസം മുട്ടിച്ചു. ശ്വാസം കിട്ടാതെ വന്നപ്പോഴത്തേക്കും പ്രാണരക്ഷാർത്ഥം എനിക്ക് കിട്ടിയ ഇയാളൊരു വിരലാ കിട്ടിയത്. ഞാൻ പിടിച്ചു വെച്ച് കടിച്ചപ്പോഴാണ് ഇയാൾ കൈവിട്ടത്. എന്നിട്ട് ഈ അമ്മായിയമ്മയും അമ്മായിയച്ഛനും പറ്റാവുന്ന രീതിയിലൊക്കെ എന്നോ ഇങ്ങനെ ചീത്ത വിളിക്കുകയും ഇങ്ങനെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. യുവതിയുടെ മാതാവും 24-നോട് പ്രതികരിച്ചു. പക്ഷെ ഈ ആലോചന വന്നപ്പോൾ പലരും നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം ഈ കൊച്ചന് ആദ്യം ഒരു കല്യാണം ഉറച്ചിരുന്ന് 8 മാസമോളമായി. കല്യാണത്തിന് നേരെ എടുക്കാനായ സമയത്തും കണ്ട് കൊച്ചന്റെ അച്ഛനും കണ്ട് സ്ത്രീധനം ചോദിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആ ബന്ധം പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു ബന്ധം, 2 ബന്ധം പോയി. അപ്പോൾ നമുക്ക് ഈ ആലോചന 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം നമുക്ക് ഈ ആലോചന വന്നപ്പോൾ പലരും നമ്മളോട് പറഞ്ഞ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 10 ആളെ എടുത്താൽ 8 പേരും കൊടുക്കരുതെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഓടി എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, അടുത്താണ്, പിന്നെ ഒരു ജോലിയുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിന് നിന്നത്. പക്ഷെ അത് തെറ്റായിപ്പോയി എന്ന് ഇപ്പം ഇവർ വന്നപ്പോഴത്തേക്ക് നമ്മൾ കഴിയുന്നത് ഇവരോട് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തരാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതിപ്പം തരും. പിന്നെ നമ്മുടെ താമസിക്കുന്ന വീടാണെങ്കിലും പിന്നെ എൻ്റെ മോളൊരു ഡോക്ടറാണ്. പക്ഷെ അവർ പറഞ്ഞ് ഞങ്ങളിതൊന്നും ഉദ്ദേശിച്ചല്ല വന്നത്, അങ്ങനെ വക ഉദ്ദേശിച്ച് വന്നായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. സംഭവത്തിൽ സൈനികനായ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് കേസെടുത്തു. അരുൺരാജ് വിവരങ്ങളുമായി. അരുൺരാജ്, ഇയാൾ സൈനികനാണ് അല്ലേ? ഇത് ക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനുമൊക്കെ ഈ പെൺകുട്ടി ഇരയായിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. പോലീസ് നടപടിയെടുത്തിട്ടുണ്ടല്ലേ? അനുജ, ക്രൂരമായ പീഡനമാണ് അഴീക്കൽ സ്വദേശിയായ ഈ അക്ഷയ്ക്ക് നേരിടേണ്ടി വന്നത്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം മാത്രമാണ് പിന്നിടുന്നത്. 8 മാസത്തിനിടയിൽ 1 മാസം ഗർഭിണി കൂടിയാണ് അക്ഷയ. ഈ 8 മാസത്തിനിടയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ സ്ത്രീധനം ആരോപിച്ച് തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് അക്ഷയ നമ്മളോട് തന്നെ വ്യക്തമാക്കുന്നത്. അത് ശരീരത്താകമാനം അത് അത്തരത്തിൽ പാടുകളുണ്ട്, ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. ഈ സ്ത്രീധനം കൊടുത്തത് 11 ലക്ഷം രൂപയും 28 പവനുമാണ്. പക്ഷേ ഇതല്ല, ഇതിനപ്പുറമുള്ള തുകയാണ് ഇവർ പ്രതീക്ഷിച്ചത് എന്നുള്ളതാണ് ഈ ഭർത്തൃ വീട്ടുകാർ നിരന്തരമായി ഈ അക്ഷയോടും മാതാപിതാക്കളോടും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. കാരണം BDS ഡോക്ടറാണ് അക്ഷയ. പക്ഷേ ഇതിൽ കൂടുതൽ നൽകാൻ കഴിയില്ല എന്ന് പലപ്പോഴും പറഞ്ഞെങ്കിലും ചെറിയ കാരണങ്ങൾ കണ്ടെത്തി അക്ഷയെ ഉപദ്രവിക്കുകയായിരുന്നു പതിവെന്ന് എന്നുള്ളതാണ് ഈ ഭർത്തൃ വീട്ടുകാരുടെ രീതി. അക്ഷയെ പലപ്പോഴും ഈ വീടിന് മുന്നത്തെ ചെടിയിൽ നിന്ന് പൂ പറിച്ചു, അതുപോലെ തന്നെ വീട്ടിൽ മീൻ വാങ്ങുമ്പോൾ അത് കറിക്കത്തിക്കൊണ്ട് അരിഞ്ഞു എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ പേരിലാണ് തുടർച്ചയായി പീഡനങ്ങൾ നേരിട്ടത്. ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ചുളുവുണ്ട് എന്ന് പോലും ആരോപിച്ച് മർദ്ദിച്ചു എന്നാണ് അക്ഷയ പറയുന്നത്. എന്തായാലും ഈ പീഡനത്തിന്റെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓച്ചിറ പോലീസാണ് കേസെടുത്തത്. അതേസമയം ഭർത്തൃ വീട്ടുകാരും ഈ യുവതിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അനുജ, ഇത് ഈ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എന്താണ്? എന്തിനാണ് ഇങ്ങനെ ഒരാൾക്കൊപ്പം കഴിയുന്നതെന്ന് ചോദ്യം നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇത്രയധികം തുകയും സ്വർണവും ഒക്കെ കൊടുത്തിട്ട് വീണ്ടും പീഡനത്തിന് വിധേയയാകുന്നു. ഇപ്പോഴും ഇനിയും എന്തെങ്കിലുമൊക്കെ നൽകാൻ തയ്യാറാണ്, തങ്ങൾക്കുള്ളതൊക്കെ കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മാതാവ് എത്തിയിരിക്കുകയാണ്. അരുൺരാജ്,
തീർച്ചയായും വൈകാരികമാണ് അനുജ. കാരണം 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്ത മകൻ അവിടെ ഒരു നീന്തലിനിടയിൽ മുങ്ങി മരിക്കുന്ന അവസ്ഥയുണ്ടായി. ആകെയുള്ളത് പിന്നെ ഈ മകളാണ്. ഈ മകൾക്ക് വേണ്ടിയാണ് ഈ മാതാപിതാക്കൾ ജീവിക്കുന്നത്. സ്വാഭാവികമായും ഈ തങ്ങൾക്കുള്ളതെല്ലാം ഈ മകൾക്കുള്ളതാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇത്തരം പീഡനം, ക്രൂരമായ പീഡനം ഈ മകൾ ഏൽക്കേണ്ടി വന്നുവെന്ന കാര്യം ഈ അടുത്തിടയ്ക്കാണ്, ഈ ഓണത്തിനാണ് ഈ മാതാപിതാക്കൾ അറിയുന്നത്. കാരണം ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഇത്തരത്തിൽ വളരെ അവശയായി ശരീരത്തകമസമാലം മുറിവുകളുമായി ഈ കുട്ടി നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഈ മുൻപത്തെ ചരിത്രമടക്കം, മുൻപത്തെ നേരിട്ട പീഡനങ്ങളെ കുറിച്ചടക്കം ഈ കുട്ടി കാര്യങ്ങൾ വിവരിച്ചത്. ഇപ്പോഴാണ് ഈ മാതാപിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി പോകുന്നത്. എന്തായാലും ഇനി ഭർത്തൃവീട്ടുകാർക്കൊപ്പം ഈ കുട്ടിയെ വിടില്ല എന്ന നിലപാടിലാണ് മാതാപിതാക്കൾ. You are watching 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.